നോക്കിയാണ്? ഓണം പിന്നെ പൂപ്പഴിക്കാണ്. എന്താ ഈ ഓണം? അറിയില്ല, നമ്മള് അമ്മത്ത് ചോദിക്കാം. ഓക്കെ. എന്താ മിലൻ? ഈ ഓണം എന്താണ്? ഓണോ? അതിനാണോ നിങ്ങളിങ്ങനെ ഓടി വന്നത്? അമ്മ പറഞ്ഞു തരാലോ ആ കഥ. പണ്ട് പണ്ട് കേരളം ഭരിച്ചിരുന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരായിരുന്നു മാവേലി. മഹാബലി എന്ന് പറയുന്ന മാവേലി. ആ മാവേലി വളരെ നല്ല ദാനശീലനായ ഒരു രാജാവായിരുന്നു. ആ രാജാവിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, പ്രജകൾക്കും എല്ലാവർക്കും. അങ്ങനെ രാജാവിൻ്റെ പ്രശസ്തി ലോകം മൊത്തം അറിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവേന്ദ്ര ലോകത്തും എത്തി ഈ രാജാവിൻ്റെ പ്രശസ്തി. അങ്ങനെ അവിടെയുള്ളവർക്കെല്ലാം പേടിയായി. ഈ രാജാവ് എങ്ങാനും ഞങ്ങളെക്കാൾ വലുതായാലോ എന്ന് വിചാരിച്ച് ദേവേന്ദ്രൻ വരെ ഭയങ്കര സങ്കടപ്പെട്ടു. എന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി. എവിടെ പോയി? മഹാവിഷ്ണു ആകട്ടെ തൻ്റെ ഭക്തനായ മാവേലിയെ പരീക്ഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇത് തന്നെ സമയം എന്ന് കരുതി മഹാവിഷ്ണു ഒരു കൊച്ചു ബ്രാഹ്മണന്റെ രൂപമെടുത്തു മാവേലിയെ കാണാൻ പോയി. മാവേലിയെ കണ്ടതും കൊച്ചു ബ്രാഹ്മണൻ കൈകൂപ്പി പറഞ്ഞു, എൻ്റെ പേര് വാമനൻ. അപ്പോൾ മാവേലി ചോദിച്ചു, അല്ലയോ ബ്രാഹ്മണ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം എന്ന് പറഞ്ഞു. വാമനൻ പറയും, എനിക്ക് വെറും 3 അടി മണ്ണ് മതി എന്ന്. മഹാബലി പറയും, അത്രേ ഉള്ളോ? അതിനെന്താ, അളന്നെടുത്തോളൂ എന്ന്. വാമനൻ ആകാശം മുട്ടെ വളർന്ന് ഒരു കാലടി കൊണ്ട് ഭൂമിയും അടുത്ത കാലടി കൊണ്ട് ആകാശവും അളന്നെടുക്കും. മാവേലി അന്തം വിട്ടു നോക്കും, എന്താ ഇത്? അപ്പോൾ മാവേലിക്ക് മനസ്സിലായി, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വന്നതെന്ന്. തൻ്റെ അഹങ്കാരം ഓർത്ത് സങ്കടപ്പെടും മാവേലി. പക്ഷേ വാക്ക് പറഞ്ഞാൽ നിറവേറ്റണം, അതാണ് രാജാവിൻ്റെ ധർമ്മം. മഹാബലി പറയും, പ്രഭോ, എന്നോട് ക്ഷമിക്കൂ, 3-ാമത്തെ അടി എൻ്റെ തലയിൽ വെച്ചുള്ളൂ എന്ന്. വാമനൻ 3-ാമത്തെ അടി മാവേലിയുടെ തലയിൽ വെക്കും. അപ്പോൾ മാവേലി പറയും, എനിക്കെല്ലാം എൻ്റെ പ്രജകളാണ്, അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വന്നോട്ടെ എന്ന്. അപ്പോൾ വാമനൻ പറയും, മാവേലിയുടെ ഇഷ്ടം പോലെ ഒരു ദിവസം മാവേലിക്ക് തൻ്റെ പ്രജകളെ കാണാൻ വരാം എന്നും പറഞ്ഞ് മാവേലിയെ പാതാളത്തിൽ ചവിട്ടിത്താത്തും. അന്ന് മുതൽ മാവേലി നമ്മളെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ വരും. ആ ദിവസമാണ് ഓണം. Mavéli.